ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് രാവിലെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഒരു 4 മണിക്ക് ഡ്രോപ്പ് ഉണ്ടെന്ന്. ഒരു 4:44 നമ്മളിപ്പോ ഇവിടെ ഉള്ളത് എടപ്പള്ളിയിലാണ്, ലുലുമാളിന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ തിരുവനന്തപുരത്തെ ഒരു ഫ്രണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേഷനിൽ ഒരു 10-15 മിനിറ്റ് ഇറങ്ങും. അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ഓട്ടം ഉണ്ട്. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, പോവാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടൂല, ചാൻസ് കുറവാണ്. ഇത് ഊബറിന്റെ റേറ്റ് നോക്കിയിട്ട് നമ്മളൊരു ഏകദേശം റേറ്റിനാണ് നമ്മൾ പോണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ 2 ദിവസം ഒന്ന് ഓടി നോക്കാലോ, അവിടുത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ ഏതായാലും ആ ട്രിപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ 4:45 ഒരു 5:10 ആകുമ്പോ ആളിവിടെ ഇറങ്ങുന്ന പറഞ്ഞത്. നമ്മള് അവിടെ ചെന്നിട്ട് 2 ദിവസമൊക്കെ ചിലപ്പോൾ ഓടുമായിരിക്കും. അപ്പൊ നമ്മൾ ഡെയിലി ട്രിപ്പ് സീറോ ആക്കൂല. ഇന്നലെ നമ്മൾ CNG 118 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, രണ്ടാട്ട. അത് നമ്മൾ പോണേക്ക് അടിക്കണം. ബിയില് 81 കിലോമീറ്റർ ആണ് ഇന്നലെ ഓടിയത്. ഇത് നമ്മൾ ഇന്നാണ് സീറോ ആക്കും, ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇവിടെ നമ്മള് കൊച്ചിക്ക് വരുവോളം ഇത് നമ്മൾ സീറോ ആക്കൂല, ഡെയിലി സീറോ ആക്കണ പരിപാടി ഇല്ല. അപ്പൊ എത്ര ടോട്ടൽ ഓടി നമുക്ക് അറിയാൻ കഴിയുമല്ലോ. എറണാകുളം ലുലുമാളെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ലുലുമാളാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മള് ഫ്ലൈ ഓവർ കയറാൻ പോവാണ്. ഇന്നലെ രാത്രി തന്നെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് കൺഫേം ആക്കിയില്ല. അപ്പൊ ഇന്ന് രാവിലെ എന്നെ ഒന്നുകൂടി വിളിച്ചപ്പോ ഞാനത് വേഗം കൺഫേം ആക്കി. ആകെ ഒരു 10 മിനിറ്റ് വേഗം ആലോചിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. നമ്മള് ബാക്കില് ബാഗ് ഉണ്ട് കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് റൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പാടെ വട്ടപാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം ഇപ്പൊ പുറപ്പെട്ട ഒരു 5.5 മണിക്കൂറാണ് കാണിക്കണേ. അപ്പൊ നമ്മള് ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ പാലാരിട്ടം മെട്രോ സ്റ്റേഷന്റെ അവിടെ ചെറിയ മെഡിസിറ്റി ആട്ടോ ഈ വലതുഭാഗത്ത് കാണുന്നത്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ട ഒരു 5.5 മണിക്കൂർ കൊണ്ട് അവിടെ നമുക്ക് തിരുവനന്തപുരം എത്താം, നിൽക്കാണ്ട് പോയാല്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കട നിർത്തും. എന്നാലും ഒരു 6 മണിക്കൂർ മാക്സിമം. അതിന്റെ ഉള്ളിൽ രാവിലെ 10-11 ആകുമ്പോൾ നമ്മളവിടെ തിരുവനന്തപുരം എത്തും. പിന്നെ ഇന്ന് പോണ ദിവസം ഇന്ന് ശനിയാഴ്ച കേട്ടോ, ശനി ഞായറും ആയിരിക്കും നമ്മളവിടെ ഉണ്ടാവുക. ശനി ഞായർ പോണ ദിവസം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും പെട്ടെന്നുള്ള ഒരു ഇതല്ലേ. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകൂല. ഇന്നിപ്പോ ഇങ്ങനെ ട്രിപ്പ് കിട്ടിയോണ്ടാണ് പോണത്. അപ്പൊ ഏതായാലും ഇപ്പൊ പോയോക്കട്ടെ, എന്താ അവിടുത്തെ അവസ്ഥ നോക്കാലോ. നമ്മള് സമയം ഒരു 5:02 നമ്മളിവിടെ മരട് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടെ CNG അടിക്കൂലായിരിക്കും. അപ്പൊ CNG അടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് CNG അടിച്ചത് 695 രൂപ കേട്ടോ. CNG അടിച്ചത് രാവിലെ ആയതുകൊണ്ട് നല്ല പ്രഷർ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് പ്രഷർ ഉണ്ട്. ഇപ്പൊ 12 കിലോമീറ്റർ കേട്ടോ ബിയിൽ ഓടിയത്. നമ്മൾ ഓടിയത് 131 കിലോമീറ്റർ ആണ്. നമ്മൾ സീറോ ആക്കിയിട്ടുണ്ട്. പെട്രോൾ അടിക്കണം, മിന്നി കളിക്കാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല പ്രഷറിൽ കയറും ചെയ്യും. പിന്നെ നല്ല ഹൈവേ റോഡോ കിട്ടണം, അപ്പൊ നല്ല മൈലേജ് കിട്ടും നമുക്ക്. പിന്നെ എപ്പോഴും നമ്മൾ AC ഇടണില്ലല്ലോ, അപ്പൊ ഹിന്ദിമാരുടെ ഒരു മൈലേജ് കിട്ടും. അപ്പൊ ഇനി ഒന്ന് ജസ്റ്റ് ഒരു ചായ കുടിക്കണം. അപ്പൊ നമ്മളെ ക്രൗൺ പ്ലാസന്റെ അടുത്തൊരു ചായക്കട ഉണ്ട്. അത് 24 ആണോന്ന് അറിയില്ല. എന്തായാലും അവിടെ ചെന്നോട്ടെ. അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ചായക്കട, അലി കഫേ ആണ് പേര്. അപ്പൊ ഇത് ഓപ്പൺ തന്നെയാണ്, 24 ആണ്. അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് 24. അപ്പൊ ഏതായാലും പോയി ചായ അടിക്കട്ടെ. നമ്മള് ഹൈവേ പോയിട്ടോ പോകുന്നത്. അപ്പൊ നമ്മളവിടെ അരൂര് ടോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാസ്ടാഗിലൊന്നും റീചാർജ് ഉണ്ടാവില്ല, കാരണം കുറേ ദിവസമായി നമ്മൾ ഇന്റർസിറ്റി ട്രിപ്പൊക്കെ പോയിട്ട്. പിന്നെ നമ്മളെ പാലിയേക്കര ടോളൊക്കെ ഇപ്പോൾ ഫ്രീ ആണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടോൾ ചെയ്യലില്ല. പിന്നെ എയർപോർട്ടിലത്തെ ടോള് പൈസ കൊടുക്കലാണ്. അപ്പോൾ അതൊന്ന് റീചാർജ് ചെയ്യട്ടെ. അല്ലേ 35 രൂപ മൈനസായി കിടക്കാതാണോ നമ്മളെ ഫാസ്ടാഗിൽ. നമ്മളെ വണ്ടി നമ്പർ ഇതാ 0642. ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഓഗസ്റ്റ് 20 ചെയ്തതാ 100 രൂപ. നമ്മളൊരു 100 രൂപ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ലോഡാവൂല. അത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കോട്ടയം വഴിയാണ് മാപ്പ് കണ്ടത്. ഇനി ഇതുവഴി റോഡ് പണിയായിട്ട് എന്താ അറിയില്ല. ഈ സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതാ. എന്തായാലും ഇതിലെ പോയി നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ബാലൻസ് കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ 65 രൂപ ആയിട്ടുണ്ട്. നമ്മൾ മൈനസ് പോയിട്ട് 100 മൈനസ് പോയിട്ട് ബാക്കി 65 രൂപ ഉണ്ട്. ഇതിലൊരു 10 രൂപ ഉണ്ടായാലും മതി, ബാക്കി മൈനസ് ആയിക്കോളും. നമ്മളെ ഈ ഫാസ്ടാഗിൽ 10 രൂപ ഉണ്ടായാലും ആ പേയ്മെന്റ് മുഴുവൻ വേണ്ട ആവശ്യമല്ല. 10 രൂപ ഉണ്ടെങ്കിൽ ബാക്കി അത് മൈനസ് ആയി കടന്നോളൂ. ഒന്നും ഇല്ലാതെക്കാൻ പറ്റൂല, അപ്പോൾ ഫൈനാവും. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ചെന്നോക്കട്ടെ. നമുക്ക് നമ്മളെ തൃപ്പൂണിത്തറ വഴി തന്നെ പോയാൽ മതിയായിരുന്നു, ടോളും കൊടുത്തിട്ട്. രാവിലെ സമയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെ എപ്പോഴും ബ്ലോക്കിലാണ്. അരൂര് പാലമ്പണീൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വെല്ല ഇങ്ങനെ അരിച്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുക. 10 പോലും ആയിട്ടില്ല കിലോമീറ്റർ, 0-ൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു 8:18 ആയപ്പോൾ നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഫാമിലി റെസ്റ്റോറൻറ്റ്.
ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. 8:44 നമ്മൾ വന്നപ്പോ ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ കുറെ ഇവിടെ 2-3 വണ്ടികൾ വന്നിട്ട് ട്രാവൽസ് വന്നു പോകണം. അപ്പൊ ഹോട്ടല് ഫുള്ളായി. അപ്പൊ ഞാൻ ഏതായാലും വണ്ടി എടുത്ത് പോട്ടെ. 8:44 സമയം. നമ്മളെ ഒരു 11:15 സമയമായപ്പോ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മളെ തിരുവനന്തപുരം. അപ്പൊ ഇവിടെ എന്തോ സംഭവമൊക്കെ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഏതോ സിഗ്നലിലാട്ടോ. ഇനി 17 കിലോമീറ്റർ ഉണ്ട്, 45 മിനിറ്റ് ഉണ്ട്. നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. എവിടെ ഇത് സ്ഥലം എന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. അവിടെ ഫ്രണ്ടില് സ്കൈലൈൻ്റെ ഫ്ലാറ്റ് ഒക്കെ കാണുന്നുണ്ട്. നമ്മള് ലുലുമാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ലുലുമാളാണ്. നമ്മളെ തൊട്ട് മുമ്പ് ഈ പാലം കയറുന്നതിന് മുമ്പ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ലുലുമാളിന്റെ ബ്ലോക്ക് ആക്കല. അപ്പൊ അതിന്റെ അല്ല, അവിടെ ഒരു MGയും പിന്നെ വേറെ ഏതൊരു വണ്ടിയും പാടെ തട്ടിണ്ട്. MG ആകെ പൊളിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടൊക്കെ. അപ്പോൾ ഇനി 15 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷെ 40 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ലുലുമാള് തിരുവനന്തപുരത്തെ ലുലുമാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് സമയം കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ കയറ്റണം. നമ്മളെ CNG 3 കട്ടിമ്പാടേ ഉള്ളൂ. അപ്പൊ അവിടെ കാണുന്ന ഇന്ത്യൻ ഓയിലിൽ CNG ഉണ്ട്. ഒരു പമ്പ് ആദ്യം ഒന്ന് കഴിഞ്ഞു പോയി. അപ്പൊ ഇനി എന്തായാലും കിട്ടൂല, നടക്കൂല. അപ്പോൾ ഇപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് CNG പമ്പിലേക്ക് ഒരു 9-10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു 4-5 കിലോമീറ്റർ ഉള്ളു പമ്പക്ക് ഡിസ്റ്റൻസ്. അപ്പോൾ ഏതായാലും അതാണ് അടിക്കട്ടെ. ഇനി ഒരു 3.4 കിലോമീറ്റർ ഉള്ളത്. 10 മിനിറ്റ് ഉണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ചുറ്റി ഇവിടെ പമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഓട്ടോറിക്ഷ അടിക്കാനും കാറിന് അടിക്കാനൊക്കെ ഒറ്റ വരിയുള്ളൂ, ഒറ്റ കുറ്റിയുള്ളൂ അടിക്കാനായിട്ട്. അപ്പോൾ ഈ ക്യൂവിൽ ആകെ ഒറ്റ കാറേയും കണ്ടോളൂ. ഇതുണ്ടോ, ബാക്കിയൊക്കെ ഓട്ടോറിക്ഷകളാണ്. ബാക്കിലൊക്കെ ഒരു വരി ഓട്ടോറിക്ഷ ഉണ്ട്. കാറുകളിവിടെ കുറവാന്ന് തോന്നുന്നുണ്ട്. ഒറ്റ കുറ്റിയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് ചെരിച്ച് കയറ്റണം. ഒരു വരിയാട്ടോ, ഇതിൽ തന്നെ നിൽക്കണം. അപ്പം ഞാൻ ആദ്യം ഈ ഓട്ടോറിക്ഷൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു ആദ്യം. ഇതിൻ്റെ വരിയിൽ നിന്ന് എനിക്ക് കൺഫ്യൂഷനായി. അപ്പം എന്നെ അവിടുത്തെ കുറ്റിയത്തെ ആളിങ്ങനെ മാടി വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോണ്ട് ഞാൻ പറഞ്ഞു CNG ആണ്. അപ്പോൾ വരിയിൽ നിൽക്കണം എന്നാണ്. പിന്നെ എന്ത് വേണ്ടിയിട്ട് അപ്പോൾ അയാൾ വിളിച്ചാന്നാവും. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോകുന്നപ്പോൾ വരിയിൽ നിന്ന് ഇനിയിപ്പോൾ CNG അടിക്കട്ടെ. ടോട്ടൽ നമ്മൾ 222 കിലോമീറ്റർ ഓടിട്ടോ. ബിയിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. CNG എത്ര കിട്ടി നമുക്ക്? 210 കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് 2 കട്ട. അതിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഫുള്ള് AC-ലാട്ടോ പോകുന്നത്. അതുവരെ നമ്മൾ AC ഇല്ലാണ്ട് പോകുന്നത്. ഇനി 2 കട്ടയും പാടുണ്ട് ബാലൻസ്. ഇനി എന്താ, നമ്മൾ ഡ്രോപ്പ് ചെയ്യണ അവിടെ നമുക്ക് പമ്പ് അടുത്തില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അടിച്ച് പോകുന്നത്. പിന്നെ അവിടുന്ന് ഓട്ടം തുടങ്ങാമല്ലോ. നമ്മളെ CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടു. 12:20 സമയം. അവിടെ ഒറ്റ ക്യൂ ആയതുകൊണ്ടേ നല്ല ടൈം എടുത്തു. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്, പ്രഷറൊക്കെ ഉണ്ട്. 631 രൂപക്കാണ് CNG അടിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് അവിടേക്ക് ഡ്രോപ്പ് ചെയ്യാൻ 10 കിലോമീറ്ററും കൂടി ഉണ്ട്. 30 മിനിറ്റ്. അങ്ങനെ നമ്മളൊരു 12:54 ആയപ്പോൾ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വർക്കിന് ഇറങ്ങും. നമ്മളിപ്പോൾ ടോട്ടൽ 234 കിലോമീറ്റർ ആട്ടോ നമ്മൾ ലുലുമാളിൻ്റെ അവിടെ നിന്ന് എടപ്പള്ളിയിൽ നിന്ന് ഓടിയത്. അപ്പൊ ഇനി കുറച്ചു നേരം വിശ്രമമാണ്. ചിലപ്പോ ഈവനിങ് വർക്കിന് ഇറങ്ങും, ചിലപ്പോ നാളേക്ക് ഇറങ്ങുക. എന്താ നോക്കിയില്ല, നമ്മളെ ക്ഷീണം പോലെ ഇരിക്കും. 234 കിലോമീറ്റർ ഓടി വന്നല്ലേ. ഇനി വണ്ടിക്കും വേണ്ടി റെസ്റ്റ് കൊടുക്കാം. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ.